സ്റ്റാർട്ട് റെക്കോർഡിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ക്രിയേറ്റ് ഹൈലൈറ്റ്. ആദ്യത്തെ 1, 2, 3, 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇട്ടിട്ട് നിൽക്കുന്നത്. അത് കഴിഞ്ഞുള്ള 4 ക്വസ്റ്റ്യൻസ് അടുത്തിടാം. ഹൈലൈറ്റ് പ്രോഡക്റ്റ് ഐ ഡി വിത്ത് യെല്ലോ ഫിൽ കളർ whose date of sold is before 25/10/2018. എനിക്ക് ചെയ്യേണ്ടത് പ്രോഡക്റ്റ് ഐ ഡിനെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഡേറ്റ് ഓഫ് സോൾഡ് എന്തിനു മുമ്പായിരിക്കും? 25/10/2018 മുമ്പായിരിക്കും. ഓക്കെ. സോ പ്രോഡക്റ്റ് ഐ ഡിനെയാണ് നമ്മൾ സോർട്ട് ചെയ്യേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇതിനെ സെലക്ട് ചെയ്തു. ഓക്കെ. നമുക്ക് ഹോമിനകത്ത് കണ്ടീഷൻ ഓഫ് ഫോർമാറ്റിംഗ് അതൊരു ന്യൂ റൂൾ കൊടുത്തു. നമ്മൾ യൂസ് എ ഫോർമുല ടു ഡിറ്റർമിൻ വിച്ച് സെൽ ടു ഫോർമാറ്റ്. എന്താണ് ഫോർമുല? എന്ത് ചെയ്യണം? ഡേറ്റ് ഓഫ് സോൾഡ്, ഓക്കെ, അതായത് ആ വ്യക്തിയുടെ ഡേറ്റ് ഓഫ് സോൾഡ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ആക്ച്വൽ 25/10/2018. ആ കൂടെ ക്വസ്റ്റ്യൻ കിട്ടും. 25/10/2018 മുകളിൽ ഈസ് ബിഫോർ, നോട്ട് ആഫ്റ്റർ. ബിഫോർ ആണ്. അപ്പോൾ ബിഫോർ ആണ്, ലെസ് ദാൻ ആണ് വരും. ബിഫോർ 23. എങ്ങനെയാണ് ഫോർമാറ്റ് ചെയ്യേണ്ടത്? യെല്ലോ ആണ് ഫോർമാറ്റ്. സോ ഫോർമാറ്റ് എന്താ കൊടുക്കുക? അതിനകത്ത് ഫിൽ കളർ യെല്ലോ. ഓക്കെ. 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 അപ്പം നമുക്ക് ഇവിടെ യെല്ലോ ഫില്ല് വന്നു. 25/10/2018 ശേഷം മുൻപുള്ള ആളുകളെ പ്രോഡക്റ്റ് ഐ ഡിയിൽ യെല്ലോ ഫില്ല് വന്നു. അതുകൊണ്ടാണ് നമ്മൾ കസ്റ്റം യൂസ് ചെയ്തത്. അല്ല, ഇവിടെ ഡേറ്റ് ഓഫ് സോൾഡ് വെച്ച് ഡേറ്റ് ഓഫ് സോൾഡ് തന്നെയാണ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കണ്ടീഷൻ ഫോർമാറ്റിംഗ് ചെയ്യാം. നമ്മളിവിടെ ഫോർമുല ഉപയോഗിക്കാൻ കാരണം നമുക്ക് ഇത് വെച്ച് ഇതാണ് ഫില്ല് ചെയ്യേണ്ടത്, ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ക്രിയേറ്റ് എ പിവോട്ട് ചാർട്ട് in as above format and insert timeline of date of sold. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. കാരണം നമ്മൾ മറ്റേതൊന്ന് കട്ട് ഷോട്ട് ചെയ്തത്. സോ നമ്മൾ കൺട്രോൾ ഷിഫ്റ്റ് ദിസ് സൈഡ് ആൻഡ് ഡൗൺ സൈഡ് ചെയ്യുന്നു. കം ടു ഇൻസെർട്ട്. ഓക്കെ. അതിനകത്ത് പിവോട്ട് ടേബിൾ അല്ല, ഇവിടെ പിവോട്ട് ചാർട്ട് വിത്ത് ടേബിൾ. ഓക്കെ. ഇവിടെ തന്നെയാണ് വേണ്ടത്. സോ എക്സിസ്റ്റിംഗ് വർക്ക് ഷീറ്റ് ഏകദേശം ഇവിടെയായിട്ട് ചെയ്യുന്നു. കുറച്ച് കയറ്റി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ. സോ ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ട സാധനങ്ങൾ എന്താ? ഇൻസെർട്ട് ദ ടൈം ലൈൻ ഓൺ ഡേറ്റ് ഓഫ് സോൾഡ്. നൗ ഷോ ഓൾ ദ ഡേറ്റ് ഓഫ് LED H-round prices rhodium lamps of 180. സോ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ട കാര്യം, ഇതിനകത്ത് പ്രോഡക്റ്റ് നെയിം വിത്ത് ടോട്ടൽ പ്രൈസ് ആണ് വരുന്നത്. സോ നമുക്കിവിടെ പ്രോഡക്റ്റ് നെയിമും ടോട്ടൽ പ്രൈസും മതി. ഓക്കെ. പ്രോഡക്റ്റ് നെയിമും ടോട്ടൽ പ്രൈസും മതി. നമ്മൾ ഇതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഡിസൈൻ്റെ അകത്ത് ചേഞ്ച് ചാർട്ട് ടൈപ്പ് കൊടുക്കുക. നമുക്ക് വേണ്ടത് പൈ ചാർട്ടാണ്. പൈ ചാർട്ടിൽ ഏതാ വേണ്ടത്? ഇങ്ങനെ റിംഗ് ആണ് വേണ്ടത്. സോ പൈ ചാർട്ടിൽ റിംഗ് എടുക്കുക. ഓക്കെ. സോ ഇങ്ങനെ വന്നു. ഇനി നമ്മൾ നോക്കുക എന്തൊക്കെ വേണ്ടതെന്ന് നോക്കുക. പ്രൊഡക്റ്റ് നെയിം വിത്ത് ടോട്ടൽ പ്രൈസ് വന്നിട്ടുണ്ട്. പ്രൊഡക്റ്റ് നെയിം വിത്ത് ടോട്ടൽ പ്രൈസ്. ഓക്കെ. സോ അതാണ് ഹെഡിങ് വേണ്ടത്. സൈഡിൽ 3 മതി. മനസ്സിലായി? 3 മതി. ഏതൊക്കെയാണ് വേണ്ടത്? നമുക്ക് വേണ്ടത് LED 3 മതി. എന്തൊക്കെയാണ് വേണ്ടത്? LED, ഹാലജൻ ആൻഡ് ലോ പ്രഷർ. സോ നമുക്ക് ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ചെയ്യാം. നമുക്ക് വേണ്ടത് LED, ഹാലജൻ ആൻഡ് ലോ പ്രഷർ മാത്രമാണ്. ഓക്കെ.
ഓക്കെ ആണല്ലോ. പിന്നെ അതിന്റെ കളർ ചേഞ്ച് ആണ് നമുക്ക് നോക്കേണ്ടത്. നമുക്ക് കുറച്ചുകൂടി പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി നമുക്ക് കളർ ചേഞ്ച് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് കളർ ചേഞ്ച്? ഗ്രീൻ, റെഡ് ആൻഡ് ഓറഞ്ച്. ഓക്കെ, സ്റ്റൈൽ എങ്ങനെയാണ് വേണ്ടത്? ഒരു സെക്കൻഡ്. Okay, so we got like this. Now what do you want? We want change the layout. So what is the layout here? We need this percentage, right? We need the percentage. So what do you do? Add chart elements, go to data labels and go to data callout. Data callout I want only percentage, so I don't want. I click edit. Click on this one, right click, format data labels. In that I don't want category name, I only want values. Okay, then I want to take it like this out, this also out, this also out. This I can take this out. This. So this is okay. Now what we want? We want to create a broader format timeline data set. We need a timeline. So in this, click on this one, go to word chart analysis, insert a timeline, data solve, and click OK. So the timeline will be November, so it should be in months. It should be in months. The months is in months. So come here. Now this is in November 2018. So November 2018. So we got 37/11/52 exact figure. Okay. Yeah. Okay. Now calculate the net quantity sold in O5 for the given product name. Okay. So then clear ചെയ്യാം. So we should supposed to clear this one. So അങ്ങനെ clear ചെയ്യാം. Date ൽ നിന്ന് clear ചെയ്യണം. So I just simply take this one, tape it down. Okay. Okay. So here I am taking it here. This one. And here and take it here. Okay. So come down and I taking this one. Just taking this one. Punya. Yeah. Okay. Yeah. Now in O5 we want to go with the product name. So this is LED. Something else will be there. So I want to say quantity sold. Okay. So of LED. Okay. So what do we call is equal to quantity sold, right? So quantity sold is already given here. So it is sum. And that is LED. So it is sum if is equal to SUM sum if. Okay. Tab first range, criteria and sum range. So the range is this. Okay. It is function FO. Okay. Now comma, criteria is this one, comma, and the sum range is quantity sold. Okay. So tab 7497. So if instead of LED, if you give something else, it will change. For an example, here it is LED 1497. You want to change something, simply instead of LED, I'm taking halogen. Control C.
and click on to Control V. It automatically changes. Once again I put Control C and paste. Control T. Okay. Last question from Excel. Extract all the data of tube light and halogen in cell number N7. Extract all the data of tube light and halogen in cell number N7. Okay. So you need N7. N7 is around here. Okay. This is N7. So little bit we want to take it this side. Little bit this also we want to take. N7 we can take. Okay. Now extract. So what we want to extract? What we want to extract? It is tubulate and halogen. Okay, tubulate and halogen. This is the product name. Okay, Control C, Control V. Okay, 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 and this tubulate. Control C. Okay, Control V. And halogen. Control C. Okay, Control V. Okay. Where you want in N7. So we select the entire thing by Control Shift this side and downside. Okay, go to data, advanced, copy to another location. This range we already given. Criteria range, should supposed to give criteria range is this. Okay, 10, and copy to go N7. N7. Then give okay. So you got the answers. You are only getting tubulate and halogens. Got it? Am I clear? So the Excel part is over.